പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിന് നൽകിയ പേര്. പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സേന നടത്തിയ പ്രത്യാക്രമണത്തിന് നൽകിയ പേര് എന്താണ്? നമുക്കെല്ലാവർക്കും അറിയാലോ. ഏതാണ്? ഓപ്പറേഷൻ ബന്ദർ. ഏതാണ്? ഓപ്പറേഷൻ ബന്ദർ. മറക്കല്ലേ, പുൽവാമ ഭീകരാക്രമണം മറക്കല്ലും. ഏതാണ്? ഓപ്പറേഷൻ ബന്ദർ. അടുത്ത ചോദ്യം, പൊതുജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉദായി പുറത്തിറക്കിയ ആധാറിൻ്റെ പുതിയ ചിഹ്നം. പൊതുജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉദായി പുറത്തിറക്കിയ ആധാറിൻ്റെ പുതിയ ചിഹ്നം ഏതാണത്? ഉദയ്. ഏതാണ്? ഉദയ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ആരാണ്? ദീപക് സന്ധു. ആരാണ്? ദീപക് സന്ധു. അടുത്ത ചോദ്യം, ഗ്രീക്കുകാർ പെൻഡപൊട്ടാമിയ എന്ന് വിശേഷിപ്പിച്ച പ്രദേശം. ഗ്രീക്കുകാർ പെൻഡപൊട്ടാമിയ എന്ന് വിശേഷിപ്പിച്ച പ്രദേശം ഏതാണത്? പഞ്ചാബ്. അപ്പോൾ പഞ്ചാബിനെ ഗ്രീക്കുകാർ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? പെൻഡപൊട്ടാമിയ. എന്തിനെ? പഞ്ചാബിനെ. മറക്കല്ലേ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം ഏതാണത്? ഉത്തർപ്രദേശ്. ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, കൂടംകുളം ആണവ നിലയത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം. കൂടംകുളം ആണവ നിലയത്തിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? റഷ്യയാണ്. മറക്കല്ലും. ഏതാണ്? കൂടംകുളം ആണവ നിലയം ഏതാണ്? റഷ്യ. അടുത്ത ചോദ്യം, ഗദ്ദീസ് ഏത് സംസ്ഥാനത്തെ പ്രധാന ആദിവാസി വിഭാഗമാണ്? ഗദ്ദീസ് ഏത് സംസ്ഥാനത്തെ പ്രധാന ആദിവാസി വിഭാഗമാണ്? ഏത് സംസ്ഥാനത്തെയാണ്? ഹിമാചൽ പ്രദേശ്. ഏതാ? ഗദ്ദീസ്. ഏത് സംസ്ഥാനമാണ്? ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, കുംഭമേളയ്ക്ക് വേദിയാകുന്ന മഹാരാഷ്ട്രയിലെ പട്ടണം. കുംഭമേളയ്ക്ക് വേദിയാകുന്ന മഹാരാഷ്ട്രയിലെ പട്ടണം ഏതാണ്? നാസിക്. ഏതാണ്? നാസിക്. അടുത്ത ചോദ്യം, കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരിക്കും? നെഹ്റു. ആരാണ്? നെഹ്റു. എങ്ങനെ വിശേഷിപ്പിച്ചത്? കാശ്മീരിനെ എങ്ങനെയാണ്? ഭൂമിയിലെ സ്വർഗം എന്നാണ് വിശേഷിപ്പിച്ചത്. ആരാണ്? നെഹ്റു. അടുത്ത ചോദ്യം, ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വില്ലോ മരങ്ങൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ സംസ്ഥാനം. ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? വില്ലോ മരങ്ങൾ. അപ്പോൾ ഏതായിരിക്കാം ഇതിൽ ഉത്തരമായിട്ട് വരുന്നത്? ജമ്മു കാശ്മീർ. ഏതാണ്? ജമ്മു കാശ്മീർ. മറക്കല്ലും. വില്ലോ മരങ്ങൾ എന്ത് നിർമ്മിക്കാനാണ്? ക്രിക്കറ്റ് ബാറ്റ് നിർമ്മിക്കാൻ. അപ്പോൾ ഏതാണ് ഉത്തരം? ജമ്മു കാശ്മീർ. അടുത്ത ചോദ്യം, ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ്? ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതായിരിക്കും? പ്ലീഹ. അപ്പോൾ പ്ലീഹയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നു. എന്തിനെ? പ്ലീഹ. അടുത്ത ചോദ്യം, രാസസൂര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൂലകം. രാസസൂര്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മൂലകം ഏതായിരിക്കും? മഗ്നീഷ്യം. മഗ്നീഷ്യത്തെയാണ് എങ്ങനെ വിശേഷിപ്പിക്കുന്നത്? രാസസൂര്യൻ. എങ്ങനെയാണ്? രാസസൂര്യൻ. ഇതിനെ? മഗ്നീഷ്യം. അടുത്ത ചോദ്യം, ഹേബർ പ്രക്രിയ ഏതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹേബർ പ്രക്രിയ ഏതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതിൻ്റെ ആയിരിക്കും? അമോണിയ. ഏതിൻ്റെയാണ്? അമോണിയ. ചോദ്യം മറക്കല്ലും. ഹേബർ പ്രക്രിയ. ഉത്തരം ഏതാണ്? അമോണിയ. അടുത്ത ചോദ്യം, ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം. ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ചോദിച്ചാൽ ഏതാണ് ഉത്തരം? ഹൈഡ്രജൻ. ഏതാണ്? ഹൈഡ്രജൻ. അടുത്ത ചോദ്യം,
രക്തത്തിലെ ഹീമോഗ്ലോബിനിലെ ഇരുമ്പിനെ ബാധിക്കുന്ന വിഷവാതകം. രക്തത്തിലെ ഹീമോഗ്ലോബിനിലെ ഇരുമ്പിനെ ബാധിക്കുന്ന വിഷവാതകം ഏതാണത്? കാർബൺ മോണോക്സൈഡ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ചോദ്യം മറക്കല്ലേ. അടുത്ത ചോദ്യം, സിഖ് മതവിശ്വാസികളുടെ പരിപാവന തീർത്ഥാടന കേന്ദ്രമായ സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? സിഖ് മതവിശ്വാസികളുടെ പരിപാവന തീർത്ഥാടന കേന്ദ്രമായ ഏതാണ്? സുവർണക്ഷേത്രം. അപ്പോൾ സുവർണക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അമൃതസർ. എവിടെയാണ്? അമൃതസർ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സൂര്യകാന്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. ഏറ്റവും കൂടുതലായിട്ട് എന്തോന്നാ? സൂര്യകാന്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണത്? കർണാടക. ഏത് സ്റ്റേറ്റ് ആണ്? കർണാടക. മറക്കല്ലേ. ഏറ്റവും കൂടുതൽ സൂര്യകാന്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടക. അടുത്ത ചോദ്യം, ഗോവ വിമോചന ദിനം എന്ന്. ഗോവ വിമോചന ദിനം അപ്പോൾ എന്നായിരിക്കും? ഡിസംബർ 19. ചോദ്യം മറക്കല്ലും. ഗോവ വിമോചന ദിനം എന്നാണ്? ഡിസംബർ 19. അടുത്ത ചോദ്യം, ചാന്ദിനി ചൗക്കുമായി ബന്ധമില്ലാത്തത് ഏത്? ഓപ്ഷൻ നോക്കണേ. പുരാതന ഡൽഹിയിലെ മാർക്കറ്റ് അല്ലേ, ചെങ്കോട്ടയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ഓൾഡ് ഡൽഹി റെയിൽവേ സ്റ്റേഷനടുത്ത് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ചോദ്യം എന്താണ്? ചാന്ദിനി ചൗക്കുമായിട്ട് ബന്ധമില്ലാത്തതല്ലേ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരുന്നത് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സി. ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം. ഓക്കെ, മറക്കല്ലേ. അടുത്ത ചോദ്യം, 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ വ്യക്തി ആര്? 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി ചോദിച്ചാൽ ആരാണ് ഉത്തരം? മാഡം ക്യൂറി. ആരാണ്? മാഡം ക്യൂറി. ചോദ്യം മറക്കലും. 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ്? മാഡം ക്യൂറി. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഗാലക്സി. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഗാലക്സി ഏതായിരിക്കും? ആൻഡ്രോമീഡ. ഏതാണ്? ആൻഡ്രോമീഡ. ചോദ്യം ശ്രദ്ധിക്കണേ. ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ നിന്ന് കാണാൻ കഴിയുന്ന ഗാലക്സി ഏതാണ്? ആൻഡ്രോമീഡ. അടുത്ത ചോദ്യം, നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്നത്. നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അല്ലേ. അപ്പോൾ ഏതാണത്? അത് ഭൂമിയാണ്. ഭൂമി എങ്ങനെ അറിയപ്പെടുന്നുണ്ട്? നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്ന എന്തിനെയാണ്? ഭൂമിയാണ്. അടുത്ത ചോദ്യം, വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരാണത്? ഫ്രഞ്ചുകാരാണ്. ആരാണ്? ഫ്രഞ്ചുകാർ. ചോദ്യം മറക്കല്ല. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യന്മാർ ആരാണ്? ഫ്രഞ്ചുകാർ. അടുത്ത ചോദ്യം, ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം. ചോദ്യം എങ്ങനെയാണ്? ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണത്? അസിർഗഡ്. ഏതാണ്? അസിർഗഡ്. ചോദ്യം ശ്രദ്ധിക്കണേ. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? അസിർഗഡ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണത്? കരൾ. ഏതാണ്? കരൾ. ചോദ്യം ശ്രദ്ധിക്കണേ. മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരൾ. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ആരായിരിക്കാം? ടി രാമറാവു. ആരാണ്? ടി രാമറാവു. ചോദ്യം മറക്കല്ലും. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരാണ്? ടി രാമറാവു. അടുത്ത ചോദ്യം, കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭൻ. എങ്ങനെയാണ് കേരള മദൻ മോഹൻ മാളവ്യ? ആര്? മന്നത്ത് പത്മനാഭൻ. അടുത്തത്, ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെ? ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന സരോജിനി നായിഡു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഡോക്ടർ പൽപു. അപ്പോൾ ഡോക്ടർ പൽപുവിനെ ആരാ എങ്ങനെ വിളിക്കുന്നേ? അത് സരോജിനി നായിഡു. എങ്ങനെ? ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി. അടുത്ത ചോദ്യം,
ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയ വർഷം, ദ്രോണാചാര്യ അവാർഡ് നൽകി തുടങ്ങിയ വർഷം എന്നാണ്? 1985. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള. ആരാണ്? ബാരിസ്റ്റർ ജി പി പിള്ള. അടുത്ത ചോദ്യം, കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം, കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതാണത്? നിവർത്തന പ്രക്ഷോഭം. മറക്കല്ലം, കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭം. ഓക്കെ.